സിനിമയാണ് ഈ സമയത്തോ ഭയങ്കര അൺവാണ്ടഡ്. ഞാനിപ്പോൾ അമ്മയിലില്ല, FFKയിലോ പ്രൊഡ്യൂസേഴ്സോ ഒന്നുമില്ല സാർ, സിനിമയും ഇല്ല, ഇപ്പം അഭിനയിക്കുന്നില്ല. ഞാനിപ്പോൾ ആക്ച്വലി ആശങ്കപ്പെടുന്നത് നമ്മളുടെ ഗണ്യമായ സിനിമകളുടെ എണ്ണത്തിൻ്റെ കുറവാണ്. അതാണ് എൻ്റെ ആശങ്ക. കോവിഡ് അതിജീവിച്ച് നിന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത്, വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാണ് എൻ്റെ തൊഴിൽ. ഇതാണ് എൻ്റെ ആശങ്ക. സിനിമകളില്ലാത്തതാണ്. ബാക്കിയെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസാണ്. ഇവിടുത്തെ പോലീസ്, നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ ഇടപെടേണ്ടതാണ്. അജു വർഗീസ് ഡെഫിനറ്റ്ലി നമ്മളുടെ ന്യായമായ ലീഗൽ സിസ്റ്റത്തിൽ എതിരുള്ള എല്ലാത്തിലും ഞാനെതിരാണ്. ബിക്കോസ് അതിന് അതിൻ്റെതായ ഡീൽ ചെയ്യേണ്ട വ്യക്തികളുണ്ട്. അതാണ് ഉദ്ദേശം. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ഈ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ക്യാമ്പയിനുകൾ തുടങ്ങിയാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യും, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ? എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് പവർ ഉണ്ടോ? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ. ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നാൽ പറയാം. അധികാരമുള്ള ആളുകൾ വേണ്ട നിലയ്ക്ക് ഇടപെടുന്നു താങ്കൾക്ക് തോന്നുന്നു? എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം. അധികാരം തന്നാൽ പറയാം. ഞാനിപ്പോൾ MP MLA അല്ലെങ്കിൽ മന്ത്രിയൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ തമാശകൾക്കിരിക്കുന്നതല്ല. എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസിഷനിലുള്ളവരോടായിരിക്കും. എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ ബോഡീസിനും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അമ്മയാണെങ്കിലും FFK ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഒക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല. നമ്മൾക്കൊരു മിഡ് ലെവൽ ആക്ടേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ. ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ്. അതിപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസ് ഹ്യൂജാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി. ഏത് ലഹരി അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഡിബേറ്റബിളാണ്. നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം. സോ എല്ലാ ലഹരി എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം. എനിക്കറിയില്ല, ഇത് കുറച്ചുകൂടി എനിക്കൊരു റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത്? എനിക്ക് തോന്നുന്നൊരു കാര്യം, മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ ഇന്ന് സമയമില്ല, അല്ലേ? ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ 18 വയസ്സ് താഴെ വരുന്ന കുട്ടികൾ നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യം പറഞ്ഞേക്കുന്ന കുട്ടികൾ, ജുവനൈൽസ്, അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല. അവർ എന്തിൻ്റെ റിഫ്ലക്ഷനാണെന്നറിയും. അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ്, പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ്, റിലേറ്റീവ്സ്, പിന്നെ അവരുടെ സുഹൃത്തുക്കൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസാണ്. എന്തെങ്കിലും രീതിയിലുള്ളൊരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും, അവർ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറും. അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം. ഞാനൊരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. കാര്യം അവിടുന്ന് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണത്. ഇപ്പോൾ എനിക്ക് 40 വയസ്സായി. 1985 ജനിച്ചാണ്. എനിക്ക് ഒരു 2000 എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന ട്രോമയേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ലഹരികൾ അതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം, സിഗരറ്റ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിഗരറ്റ് വലിച്ച ആളാണ്, അറിയോ? അപ്പോൾ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി? കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും, അല്ലേ? ഇന്ത്യയിലെ ലീഗലാണ്. അപ്പോൾ എനിക്കറിയോ 4ാം ക്ലാസ്സിൽ സിഗരറ്റ് വെച്ചാൽ ചീത്തയാണെന്ന്? ഇല്ല. മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള അറ്റൻഷൻ. ഇപ്പോൾ പരസ്യങ്ങൾ പാടില്ല. 94 പരസ്യം പറ്റും, നാച്ചുറലി കുട്ടികൾക്കറിയുമോ. അപ്പം അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇതിനൊരു ജെന്യുവിൻ ക്ലോഷറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല, എനിക്ക് അതിനുള്ള അധികാരമില്ല, അതിനുള്ള വിവരമില്ല. മേ ബി കുറച്ചും കൂടി അതിനെക്കുറിച്ച് സെൻസിബിളായിട്ടുള്ള ഒരു ബോർഡ് ഓഫ്
ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവൽ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്യും.